ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുളിയും സ്വാദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പ്രോൺസ് കോക്കനട്ട് ഡ്രൈ ഫ്രൈ ആണ്. പ്രോൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീ ഫുഡുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് പ്രോൺസ് തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ല വലുപ്പത്തിലുള്ള പ്രോൺസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. കണ്ടില്ലേ, ഞാനിവിടെ പ്രോൺസ് എടുത്ത് അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് ഞാൻ വളരെ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് കണ്ടില്ലേ, ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പ്രോൺസ് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നീട് അതിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട്. ആ ഒരു നാര് ഇതുപോലെ നമ്മൾ വലിച്ച് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് വയറുവേദനയും അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ പ്രോൺസ് എല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്കാണ് ഇത് ഇടുന്നത്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊക്കെ നോക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് തന്നെ മഞ്ഞൾപ്പൊടി വേണം, കാരണം പ്രത്യേകിച്ച് സീ ഫുഡാണല്ലോ. പിന്നീട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം ചെറുനാരങ്ങ. ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ടാണ് ഇതൊന്ന് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നത്. കാരണം അതിൻ്റെ ആ ഒരു സീഡൊക്കെ അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് അതൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. കൈ വെച്ച് വേണമെങ്കിലും ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു 2 മണിക്കൂറോളം, അതായത് ഏകദേശം ഒരു 2 hours നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളതുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും എല്ലാ വിധത്തിൽ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഏകദേശം 2 മണിക്കൂറോളം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഞാനും ഫ്രിഡ്ജിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഞാനിത് പുറത്തെടുത്തു. ഇനി ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്, അതായത് അധികം വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ ഈ ഒരു പ്രോൺസിലേക്ക്. കുറച്ച് വെള്ളം, മുങ്ങിക്കിടക്കാനൊന്നും വേണ്ട. കണ്ടില്ലേ, ഞാനൊരു അല്പം വെള്ളമേ ഞാനതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട്, തീ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോൺസ് ഒന്ന് വേവിച്ച് എടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടോ, അധികം വെള്ളം വേണ്ട. കാരണം പ്രോൺസ് വേകാനായിട്ട് ഏകദേശം 10-15 മിനിറ്റേ നമുക്ക് കൂടിപ്പോയാൽ എടുക്കത്തുള്ളൂ. അധികം നമ്മുടെ പ്രോൺസ് വെന്ത് പോകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഉണ്ടല്ലേ, നമുക്കറിയാലോ എങ്ങനെയാണ് തേങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു 4-5 കഷ്ണം തേങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത്. നമുക്കതൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട്, അതായത് വളരെ തിന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണല്ലോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ മീൻ വർഗ്ഗങ്ങളൊക്കെ കറി വെക്കുമ്പോൾ തന്നെ നമുക്ക് വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു പാത്രം വെച്ച്, പാത്രം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ആ ഒരു കോക്കനട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ബ്രൗൺ കളർ ആവണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മൂടി വെച്ചിരുന്ന ആ ഒരു പ്രോൺസ് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. കുറച്ചൊക്കെ വെള്ളം പറ്റി ഇതൊന്ന് പകുതി വേവായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. ഞാൻ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ച് തന്നെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കോക്കനട്ട് ഫ്രൈ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ബ്രൗണിഷ് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അധികം കരിഞ്ഞൊന്നും പോകല്ല, ഇങ്ങനെ തന്നെ നമ്മൾ എടുത്തോണം. ഈ ഒരു കളർ തന്നെ നമുക്ക് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇനി ഞാനൊരു 2 സവോള, കണ്ടില്ലേ, ഞാനൊരു 2 സവോള എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം.
കാരണം ഇപ്പം കിട്ടുന്ന സവോളയൊന്നും അത്ര വലിയ നല്ലതൊന്നും അല്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തതിന് ശേഷമൊക്കെ മാത്രമേ നമ്മൾ ഏതൊരു പച്ചക്കറിയും നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. കാരണം അധികം സവോള വേണ്ട, കാരണം പ്രോൺസിന് തന്നെ ഏകദേശം ഒരു മധുരം പോലെയാണല്ലോ, അപ്പം കൂടുതൽ സവോള നമുക്ക് ആവശ്യമില്ല. ഇനി ഞാനത് കഴുകിയെടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു നടുഭാഗമൊക്കെ കളഞ്ഞിട്ട് വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, അധികം കട്ടി കൂടി പോകണ്ട. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഈ ഒരു 2 സവോളയും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അധികം കനം കൂടി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം മൂത്ത് കിട്ടാൻ വലിയ പാടായിരിക്കും നമുക്ക് കനം കൂടി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം നമ്മുടെ പ്രോൺസ് റെഡി ആയെന്ന്. കണ്ടില്ലേ, പ്രോൺസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവാള എരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോൺസും ഇവിടെ റെഡിയായി. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം, തീയൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ കോക്കനട്ട് വറുത്ത ആ ഒരു എണ്ണ തന്നെയാണ് നമ്മൾ ഈ സവാളയും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത് അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അധികം ഉപ്പ് ചേർക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ പ്രോൺസിൻ്റെ അകത്ത് ഉപ്പ് ചേർത്താണ്. അതുകൊണ്ട് ഒരല്പം ആ ഒരു സവോള വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ അതിലേക്ക് സവോള ആ ഒരു ഉപ്പ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് ഒരു പകുതി ആകുമ്പോഴേക്കും നമുക്കതിലേക്കൊരു 2 പച്ചമുളക് കീറിയതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. 2 പച്ചമുളക് കീറിയത്, പിന്നെ ഒരല്പം കറിവേപ്പിലൊക്കെ അപ്പടി ഉണങ്ങി പോയിട്ടുണ്ട്. വലിയ കളറൊന്നുമില്ല. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം പരുവായി. നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ച് തന്നെ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മതി. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഞാൻ ചേർത്തിരുന്ന അളവുകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു മണം കൂടി മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇപ്പം നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്നും അധികം മൂത്ത് പോകാൻ പാടില്ല. ആ ഒരു കളർ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോൺസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് മൂടി വെച്ച് വേവിക്കാനേ പാടില്ല, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അങ്ങനെ മാത്രം ചെയ്താൽ മതിയാവും. നമ്മൾ മൂടി വെച്ച് വേവിക്കുകയേ വേണ്ട. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കൊരു 5-10 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ഇളക്കി ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. എണ്ണ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലേക്ക് കോക്കനട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു കോക്കനട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ചെറിയ തീയിൽ മാത്രം വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോൺസ് കോക്കനട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, ആ ഒരു കോക്കനട്ടൊക്കെ നല്ല ക്രിസ്പിയാണ് കേട്ടോ, കടിച്ച് തിന്നാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്കൊരു ഒപ്പീനിയൻ നിങ്ങളൊക്കെ അറിയിക്കണം. എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.